ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ല എന്ന് എഴുതി കൊടുത്തു. പ്രത്യേകിച്ച് പരാതിയൊന്നും എന്ന് തീരുമാനിക്കാൻ ഈ സാറ് ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനെ തൊണ്ട വീഴും കളിയോ മത്സരമാരെ? നീ മിണ്ടാരിയടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നെങ്കിൽ ഇത്തിരി ഒരു തൻ്റെ ഇടം വേണം ആണുങ്ങളായാലും. വട നടക്ക്. ജസ്റ്റ് എ മിനിറ്റ്. ഏയ്, അവിടെ നിൽക്കാൻ ഞാൻ പറയട്ടെ. എന്താ ഇപ്പോൾ എവിടെ വെക്കാൻ നിന്റെ ഈ പടപ്പുറപ്പാട്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ദാ ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കിട്ടുന്ന ഒറ്റ ബാധ്യത. ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. ജസ്റ്റ് ലിസൺ. ദാ ഇവന്റെ ഇദ്ദേഹത്തെ കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരൊറ്റൊരുത്തൻ വെറുതെ പോകാൻ പോണില്ല. നോക്കിക്കോ. പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഹേ മിസ്റ്റർ, മൈൻഡ് യുവർ. അനീഷ് ആൻഡ് സുരഭി, വളരെ നല്ലൊരു ഡബ്ബിംഗ് റൗണ്ട് ആയിരുന്നു നിങ്ങളുടേത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നിന്നതിന് ശേഷം നിങ്ങൾ ഒരു റിഹേഴ്സൽ പോലും എടുക്കാതെ പോയി എന്നുള്ളത് ഇറ്റ് ഇസ് ലൈക്ക് റിയലി എ ബ്രില്യൻറ്റ് വർക്ക്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നന്നായിരുന്നു. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും, സുരഭി ഒരു ഘട്ടം വരെയും മറ്റേയാൾ അനീഷ് മിക്കവാറും സമയവും പിക്ചർ നോക്കിക്കൊണ്ട് ഈ കഥാപാത്രം നോക്കിക്കൊണ്ട് ഡബ് ചെയ്ത്. ഈ സുരഭിയെ മാത്രമേ കൃത്യമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഒരു ഘട്ടത്തിൽ അത് കഥാപാത്രം നോക്കിയാണ് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മുഖത്ത് നോക്കി അറിയാമായിരുന്നു, ആ മുഖത്ത് വല്ലാത്ത ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറയുണ്ടായിരുന്നു. അവസാന ഘട്ടം വന്നപ്പോൾ വിട്ടു, ഡയലോഗ് മാത്രമായി പിക്ചർ വിട്ടു. പക്ഷേ ആ പിക്ചർ നോക്കിക്കൊണ്ട് ചെയ്ത ഭാഗം വളരെ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പിക്ചർ നോക്കിയിട്ട് നമ്മൾ ആ കഥാപാത്രം ആയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഏതായാലും നന്നായിട്ടുണ്ട്, രണ്ടുപേരും നന്നാക്കി. ഒരു പ്രാവശ്യം പോലും ഇവിടെ വെച്ചിത് കാണാതെ നിങ്ങളത് ഒറ്റ ഗോവേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് അമേസിങ്. ഹാറ്റ്സ് ഓഫ്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഇറ്റ്സ് ബ്രില്യൻറ്റ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ്. ആ ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു. ആ സീൻ്റെ എസെൻസ് മുഴുവനും നിങ്ങളിലുണ്ടായിരുന്നു. അതിൽ പോയി പോകുന്ന ചില സിങ്കുകളൊന്നും നമ്മൾ അങ്ങനെ അത്രയും വലിയൊരു കാര്യമാക്കേണ്ട. കാരണം നിങ്ങളത് ഒറ്റ നോട്ടത്തിൽ ഒരു പ്രാവശ്യം പോലും കാണാതെയാണ് ഡബ് ചെയ്തതെന്നുള്ളത് പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യമാണ്. ഹാറ്റ്സ് ഓഫ്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. അനീഷ്, സുരഭി, ഇറ്റ് വാസ് എ ബ്രില്യൻറ്റ് എഫേർട്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അത് മനസ്സിലെടുത്തിട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇത് കാണാനുണ്ടായിരുന്നു. കാരണം ഒരു റിഹേഴ്സൽ പോലും നിങ്ങൾ ചെയ്യാണ്ട് പിക്ചർ നോക്കി ചെയ്തത് വളരെ നന്നായി.